സൂര്യൻ ജൂലൈ 16-ന് രാശി മാറി കർക്കിടകം രാശിയിൽ പ്രവേശിക്കുമ്പോൾ ഏതൊക്കെ നക്ഷത്രങ്ങൾക്കാണ് നേട്ടമുണ്ടാവുക എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. കന്നിക്കൂർ നക്ഷത്രങ്ങളായ ഉത്രം, മുക്കാല്, അത്തം, ചിത്തിരാര എന്നീ നക്ഷത്രങ്ങൾക്ക് സൂര്യൻ 11-ൽ കൂടിയാണ് സഞ്ചരിക്കാൻ പോകുന്നത്. സൂര്യൻ രാജാവാണ്, അല്ലെങ്കിൽ സർക്കാരാണ്, അല്ലെങ്കിൽ സർക്കാർ ധനത്തിന്റെ ആളാണ്. 11 എന്നത് അഭീഷ്ടസ്ഥാനമായത്, അതായത് എന്ത് ആഗ്രഹവും സാധിച്ചു കൊടുക്കുന്ന സ്ഥലമാണ് 11. അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് അടുത്ത ഒരു മാസക്കാലം നേട്ടങ്ങളുടെ കാലഘട്ടം തന്നെയാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതിയാണ് എടുത്തു പറയേണ്ട കാര്യം. ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നടക്കും. സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ അത് സാധിക്കും. സർക്കാരിൽ നിന്ന് ഏതെങ്കിലും ധനസഹായത്തിന് അപേക്ഷ കൊടുത്തവർക്കോ അല്ലെങ്കിൽ വീടിന് അപേക്ഷ കൊടുത്തവർക്കൊക്കെ അതൊക്കെ അനുവദിച്ച് കിട്ടും. പിന്നെ ബാങ്ക് ലോണിന് അപേക്ഷിച്ചവർക്കൊക്കെ ലോണൊക്കെ പെട്ടെന്ന് കിട്ടാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ ഇവർക്ക് വ്യാഴം ഭാഗ്യസ്ഥാനമായ 9-ൽ കൂടിയാണ് സഞ്ചരിക്കുന്നത്. ശുക്രൻ 11-ൽ സൂര്യന്റെ കൂടെ സഞ്ചരിക്കുന്നു. അത് ഈ വ്യാഴം ഇവർക്ക് സകല സൗഭാഗ്യങ്ങളും നൽകും. കൂടാതെ 11-ലെ ശുക്രൻ ഇവർക്ക് ധനം, സ്വർണം, വിലപിടിപ്പുള്ള സമ്മാനങ്ങൾ, ആധുനിക സുഖ സൗകര്യങ്ങൾ ഇവ കൊടുക്കാൻ പ്രാപ്തനാണ്. അതുകൊണ്ട് ഈ നക്ഷത്രങ്ങൾ നേട്ടങ്ങൾ കൊയ്യുക തന്നെ ചെയ്യും. അത്രയ്ക്ക് അനുകൂല കാലഘട്ടമാണ് ഇവർക്ക് വരാൻ പോകുന്നത്. അടുത്തത് തുലാക്കൂർ നക്ഷത്രങ്ങളായ ചിത്രയുടെ അവസാന പകുതി, ചോതി, വിശാഖം, മുക്കാല് എന്നീ നക്ഷത്രങ്ങളാണ്. ഇവരുടെ കർമ്മസ്ഥാനമായ 10-ൽ കൂടിയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. കൂടാതെ സൂര്യനും ബുധനും ഈ കൂടെയുണ്ട്. അതുകൊണ്ട് ഇവർക്ക് കർമ്മരംഗം നല്ലവണ്ണം പുഷ്ടിപ്പെടും. സർക്കാർ ധനം കിട്ടും. ഇവരുടെ തൊഴിൽ രംഗത്ത് ഒക്കെ ലോണിനൊക്കെ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ലോണൊക്കെ കിട്ടും. ഇവരുടെ തൊഴിൽ രംഗം പുഷ്ടിപ്പെടും. ചെറിയ ചെറിയ സംരംഭങ്ങളൊക്കെ വലുതാക്കും. ചെറിയ സൂപ്പർ മാർക്കറ്റുകളൊക്കെ, ചെറിയ കടകളൊക്കെ തുടങ്ങിയ സൂപ്പർ മാർക്കറ്റൊക്കെ തുടങ്ങാനുള്ള ഒരു അവസരമുണ്ട് അവർക്ക് ഈ സമയത്ത്. സർക്കാർ ജോലിക്കാർക്ക് ഈ സമയത്ത് ഈ കാലഘട്ടം വളരെ നല്ലതാണ്. പിന്നെ സർക്കാർ കോൺട്രാക്ടർമാർക്ക് കിട്ടാനുള്ള ധനമൊക്കെ കിട്ടും ഇവർക്ക്. അതുപോലെ തന്നെ ലോട്ടറി എന്ന് പറയുന്നത് സർക്കാർ ധനമാണ്. അതുകൊണ്ട് ഇവർക്ക് ലോട്ടറി ഭാഗ്യം ലഭിക്കാനും സാധ്യതയുണ്ട്. വീട്ടിൽ സമാധാനവും ഐശ്വര്യവും ഉണ്ടാവും. സന്താനങ്ങളുടെ തൊഴിൽ കാര്യങ്ങളിൽ തീരുമാനമാകും. പുതിയ തൊഴിൽ സംരംഭങ്ങൾ തുടങ്ങാനോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ഏറ്റെടുത്ത് നടത്താനോ ഒക്കെ സാധ്യതയുണ്ട്. ഏതായാലും ഇവരുടെ സമയം അടുത്ത ഒരു മാസത്തേക്ക് വളരെ മെച്ചപ്പെട്ടു നിൽക്കുകയാണ്. അടുത്ത മേടക്കൂർ നക്ഷത്രങ്ങളായ അശ്വതി, ഭരണി, കാർത്തിക, കാല എന്നീ നക്ഷത്രങ്ങളാണ്. ഇവരുടെ കേന്ദ്രസ്ഥാനമായ 4-ൽ കൂടിയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത്. ശുക്രൻ, ബുധൻ എല്ലാം ഈ കൂട്ടത്തിലുണ്ട്. അപ്പൊ ഇവരെല്ലാം ഇവരുടെ കർമ്മസ്ഥാനമായ 10-ലേക്ക് ദൃഷ്ടിയും ചെയ്യുന്നുണ്ട്. 3 പേരും ദൃഷ്ടി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇവരുടെ ഭാഗ്യം തെളിഞ്ഞു തന്നെ നിൽക്കും. എല്ലാ കാര്യത്തിലും വിജയം ഉണ്ടാകും. തൊഴിൽ രംഗത്തും വളരെ ഉന്നത രീതിയിലുള്ള നേട്ടങ്ങൾ കൈവരിക്കും. അതുപോലെ തന്നെ തൊഴിൽ രംഗത്ത് അംഗീകാരം, പദവി ഒക്കെ കിട്ടും. വിവിധ മാർഗങ്ങളിൽ കൂടി ധനം വന്നു ചേരും. ഉന്നത സ്ഥാനങ്ങളിൽ ഒക്കെ എത്തിച്ചേരാനുള്ള സമയമാണ്. അതായത് കൂടാതെ ഇവർക്ക് വല്ല അമ്പലം, പള്ളി കമ്മിറ്റി ഇതിന്റെയൊക്കെ നേതൃസ്ഥാനം വഹിക്കാനുള്ളതോ റെസിഡൻസിന്റെ ഒക്കെ അധ്യക്ഷ സ്ഥാനം വഹിക്കാനുള്ളതൊക്കെ ഉണ്ട്. സ്ത്രീകൾക്ക് സ്വർണ്ണാഭരണങ്ങളും മറ്റും സമ്മാനമായിട്ട് ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം കരസ്ഥമാക്കാൻ പറ്റിയ സമയമാണിത്. അതുപോലെ അവർക്ക് ഉദ്ദേശിച്ച കോഴ്സിനൊക്കെ അഡ്മിഷനൊക്കെ കിട്ടും. ഇത് ഈ ഒരു മാസക്കാലം അവർക്ക് വളരെ സുവർണ കാലഘട്ടം തന്നെയാണ്. ഇതൊരു പൊതുഫലം മാത്രമാണ്. ഇവരുടെ ജന്മസമയം അനുസരിച്ചും ദശാകാലം അനുസരിച്ചും ഈ ഭാഗ്യാനുഭവങ്ങൾ എല്ലാവർക്കും വന്നു ചേരണമെന്നില്ല. ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ
നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമസ്തേ.